ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേവിഡ് മലോഫിൻ്റെ റിവോൾവിംഗ് ഡേയ്സ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. 1934 ഡേവിഡ് മലോഫ് ജനിക്കുന്നത്. അദ്ദേഹം ഫേമസ് ആയിട്ടുള്ള ഒരു ഓസ്ട്രേലിയൻ നോവലിസ്റ്റാണ്, പോയറ്റാണ്, അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി റൈറ്ററും കൂടിയാണ്. An Imaginary Life, Fly Away Peter, The Great World, Ransom തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഇനി നമുക്ക് സമ്മറിയിലോട്ട് പോകാം. റിവോൾവിംഗ് ഡേയ്സ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ യൂത്തിലുണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് അഫെയറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ആ ഒരു അഫെയർ ഒരിക്കലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നായിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നും അത് നിലനിൽക്കുന്നതാണ്. അത് എന്നേക്കും നിലനിൽക്കുന്ന ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് പോയറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ലവറിൻ്റെയും ആ ഒരു പ്രണയകാല എക്സ്പീരിയൻസിലൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറീസിലൂടെയാണ് ഈ ഒരു പോയം പോകുന്നത്. പോയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പോയറ്റ് പറയുന്നുണ്ട് ആ ഒരു വർഷക്കാലം, അതായത് അവരുടെ ആ ഒരു അഫെയർ ഉണ്ടായിരുന്ന ആ ഒരു സമയം അവർക്ക് എങ്ങും പോകാനോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. ആ സമയത്ത് അവരെന്തായിരുന്നു, ഈ ഒരു പ്രണയത്തിലായിരുന്നു. ഒരു പക്ഷേ അതൊരു മിസ്റ്റേക്കാണ്, പക്ഷേ അത് ആ ഒരു ഇമോഷൻ അത് എന്നെന്നും അങ്ങനെ നിലനിൽക്കുന്ന ഒന്നായിരുന്നു. അത് ആ ഒരു പ്രണയം നശിച്ചുപോയി അല്ലെങ്കിൽ ഇല്ലാതായി പോയെങ്കിലും ആ ഒരു മെമ്മറീസൊക്കെ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇമോഷണൽ ലോങ്ങിങ് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സമയത്തുള്ള ആ ഒരു മൊമെന്റ്സിൻ്റെ ഒക്കെ ആ ഒരു ബ്യൂട്ടി അദ്ദേഹം ആഗ്രഹിച്ചില്ലെങ്കിലും പിന്നെയും അദ്ദേഹത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മെമ്മറീസൊക്കെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ഷർട്ട്സിൻ്റെ ബേസിലാണെന്നാണ് പറയുന്നത്. ആ ഒരു ഷർട്ടിൻ്റെ കളറ് പോലും ഇപ്പോഴും നമ്മുടെ പോയറ്റിന് ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു ഷർട്ടൊക്കെ അദ്ദേഹം വാങ്ങുകയും ധരിക്കുകയും ചെയ്തതൊക്കെ ഈ ഒരു കാമുകിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ഒരു ഷർട്ടൊക്കെ ധരിച്ചിട്ട് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, ആ ഒരു കണ്ണാടിയിൽ നോക്കാറുണ്ടായിരുന്നു, ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ടായിരുന്നു എന്ന് പറയാണ്. അത് മാത്രമല്ല, ആസ് എ ലവർ എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു ന്യൂ ലൈഫ് എങ്ങനെയാണ് ഉള്ളത് എന്നുള്ള ആ ഒരു ലുക്ക് അവർക്ക് കാണണമായിരുന്നു. ഈ 3 ഷർട്ടുകളിൽ ഒരു ഷർട്ട് ഒരു മിന്റ് ഗ്രീൻ ആണ്, മറ്റൊന്ന് ഒരു പിങ്ക് കളറാണ്, മൂന്നാമത്തേത് ഐവി ലീഗ് എന്ന് വിളിക്കുന്ന ഒരു ഷർട്ടാണ്. അത് തൻ്റെ കഴുത്ത് വരെ ബട്ടണുള്ള തൻ്റെ ആദ്യത്തെ ഷർട്ടായിരുന്നു അത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലൊരു പക്ഷേ ഓരോ ഷർട്ടുകളും അവരുടെ ആ ഒരു പ്രണയത്തിൻ്റെ തുടക്കവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ ദീർഘായുസില്ലായ്മയും ഒക്കെ ആയിരിക്കാം കാണിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഇവർ പരസ്പരം ഒരിക്കലും ലെറ്റേഴ്സ് എഴുതുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തു കഴിഞ്ഞ് ടൈ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു ലവർ തന്നെ നോക്കിക്കാണുക എന്നുള്ള കാര്യം പോയിട്ട് ചിന്തിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ ഒരു ലവർ തൻ്റെ മുറിയിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ ആ ലവർ ഉണ്ടായിരുന്നത് തൊട്ടടുത്ത റൂമിലായിരുന്നു, അല്ലെങ്കിൽ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഇവർ പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പ്രോമിസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, പരസ്പരം പ്രോമിസുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു പ്രോമിസ് ഒരിക്കലും നിലനിൽക്കുന്നതായിരുന്നില്ല. ഇതിൽ പലതും ഇവരുടെ എറ്റേണൽ ലവിനെ കുറിച്ചിട്ടുള്ള പ്രോമിസ് ആയിരുന്നു എന്നും പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത് ദിവസങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസന്റിൽ ആ ഒരു ലവറിന് ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് താൻ നെർവസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, റൈറ്റർ പറയുന്നുണ്ട്. പിന്നീട് റൈറ്റർ പറയുന്നത് നീ എവിടെയാണെന്നോ ഒന്നും ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ കണ്ണുകൾ ബ്ലൂ ഐസ് ആണെന്നും ആ ഒരു ബ്ലൂ ഐസിലേക്ക് ആരാണിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും, അതായത് അവളുടെ പുതിയ പാർട്ട്ണർ ആരാണെന്നൊന്നും അറിയില്ല. പിന്നീട് അദ്ദേഹം പറയാണ് ഇറ്റ്സ് മീ എന്ന് പറയാണ്, ഇത് ഞാനാണ് എന്ന് പറയാണ്, ഞാനിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യം ആ ഒരു ലവറിനോട് പറയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നെ ഡിസ്കംഫേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്
ഞാൻ ഒരിക്കലും വരില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെറ്ററിനുള്ള ആ ഒരു മറുപടി തനിക്ക് കിട്ടും എന്നുള്ള ഒരു ഹോപ്പും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പോയത്തിന്റെ വളരെ ചുരുങ്ങിയൊരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.